അപ്പോൾ നമ്മൾ ലോ ബഡ്ജറ്റിൽ മോഡൽ കുറഞ്ഞ ഒരു ഇന്നോവയും കൊണ്ടാണ് നമ്മൾ സെയിലിന് വന്നിട്ടുള്ളത്. ടൈപ്പ് 2 വണ്ടിയാണ്. ടൈപ്പ് 4ക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വർക്ക് ചെയ്ത വണ്ടിയാണ്. ഒരു പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഉഷാറാക്കിയ ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് പരമാവധി വിളിക്കാൻ ശ്രമിക്കണം. ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എൻജിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ നോക്കട്ടോ. എൻജിന് വരുന്നത് പിന്നെ ഇന്റർകൂൾ എൻജിനാണ് വരുന്നത്. അതുപോലെ റീപ്ലേസ് കാര്യങ്ങളൊന്നും കാണാനില്ല. അബ്രോണ് പിന്നെ അതുപോലെ ബോണറ്റ് മാറ്റിയിട്ടില്ല. ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇത് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നോവൻ്റെ ചില ആൾക്കാർക്കൊക്കെ ഇന്നോവ എടുക്കാനൊരു മടി, ഇതിൻ്റെ മൈലേജിൻ്റെ ഒരു ബേജാറ് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ മൈലേജ് ഏകദേശം ഇന്റർകൂൾ എഞ്ചിനാണെങ്കിൽ നമുക്കൊരു 13-14 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഇന്നോവ കിട്ടും. പിന്നെ ബാറ്ററി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ഉണ്ട്. വലിയൊരു അപാകതകളും ഓയിൽ ലീക്കൊന്നും ഇല്ലാത്തൊരു വാഹനം തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പറയുകയാണെങ്കിൽ ഗ്ലാസ് ഒക്കെ ഇതിൻ്റെ 2010 ഒറിജിനൽ ഗ്ലാസ് തന്നെ വരുന്നുണ്ട്. അതേമാതിരി പിന്നെ ഡോറും തന്നെ 2 ഡോറും ഇതിൻ്റെ ഒറിജിനൽ തന്നെയാണ് വരുന്നത് റൈറ്റ് സൈഡ്. പിന്നെ ടയർ ഭാഗം പറയുകയാണെങ്കിൽ ഒരു 75% 4 ടയറും തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് നോക്കാനുള്ള ഇൻറ്റീരിയലാണ്. നമുക്കിതിൻ്റെ ഇൻറ്റീരിയൽ ഭാഗം കൂടി നോക്കാം. ഇൻറ്റീരിയറിൽ ഇത് വി ഓപ്ഷൻ്റെ സ്റ്റാരിങ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീന് ചെറുതാണ്, നല്ല വർക്കിംഗ് ആണ് കേട്ടോ. അതുപോലെ മീറ്റർ നമ്മൾ പുതിയ മോഡൽ മീറ്റർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പഴയ മീറ്ററിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഡോർമലൊക്കെ ഒരു വുഡ് ആൻഡ് ഫിനിഷ് ഒരു പെയിൻ്റൊക്കെയാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ ഇൻറ്റീരിയർ ഭാഗം നോക്കണമെങ്കിൽ. ഗ്ലാസ്സുകളൊക്കെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഇതിന് വരുന്നത്. അതേമാതിരി പിന്നെ ഡോറുകളും ഇതിൻ്റെ ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. സൈഡും വലിയൊരു പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും എടുത്തില്ല. ടയർ ഭാഗം പിന്നെ നമ്മൾ പറഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൃത്തി. 2010 അപേക്ഷിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള വാഹനം തന്നെയാണ്. നമ്മൾ ഈ 2010 വാഹനം 2,25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അതുപോലെ ഇഞ്ചനൊക്കെ നല്ല കണ്ടീഷനുള്ള ഇഞ്ചനാണ്. ഓയിൽ ലീക്ക് കാര്യങ്ങൾ വലിയൊരു നോയ്സ് കാര്യങ്ങളൊന്നും തന്നെ അല്ല കേട്ടോ. അപ്പോൾ 2,25,000 എന്നൊക്കെ പറഞ്ഞ് ടയോട്ടനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവ് പിന്നെ റണ്ണിങ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ വേറെ ഇതിൽ പറയാനുള്ളത് നമുക്ക് പിന്നെ ഫിനാൻസ് ഇതിന് 2010 ആയതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഇല്ല. നമുക്കിത് കേരളത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു 4,70,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് മാറ്റിയിട്ട് കൊടുക്കാവുന്നുണ്ട്. NOC ഇതിന് റെഡിയാണ്. നമ്മളെ പേരിൽ മാറ്റിയിട്ടാണ് നമുക്കിത് കൊടുക്കാൻ കഴിയുള്ളൂ. പിന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.